ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിന്റെ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന L2 എമ്പുരാൻ ഈ വർഷം മാർച്ച് 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണല്ലോ. ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ ആയിട്ട് റൂമേഴ്സ് ഉണ്ടായിരുന്നത് പോലെ എമ്പുരാൻ തന്നെയായിരിക്കും ലാലേട്ടന്റെ അടുത്തതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമ എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. മാർച്ച് 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയ്ക്കായിട്ട് ഇനിയും 60-ലധികം ദിവസത്തെ കാത്തിരിപ്പുണ്ട്. ഈ ആഴ്ച തന്നെ വരാനിരിക്കുന്ന എമ്പുരാന്റെ അടുത്ത അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. നേരത്തെ ഒരു ഘട്ടത്തിൽ അടുത്ത ആഴ്ച ജനുവരി 30-ലേക്ക് തിയേറ്റർ റിലീസ് ചാർട്ട് ചെയ്ത ഒപ്പം തന്നെ സിനിമയുടെ വിതരണ കമ്പനിയായ ആശീർവാദ് സിനിമാസ് ഒഫീഷ്യലായിട്ട് അറിയിച്ച സിനിമയാണല്ലോ തുടരുമെന്ന സിനിമ. യഥാർത്ഥത്തിൽ നവംബർ 1-ാം തീയതി ഷൂട്ടിംഗ് പൂർത്തിയാക്കിയപ്പോൾ സിനിമ ആ വർഷം തന്നെ ക്രിസ്മസ് റിലീസായിട്ട് ബറോസിന് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നൊക്കെയായിരുന്നു റിപ്പോർട്ട്സ് ഉണ്ടായത്. എന്നാൽ ഇപ്പോഴത്തെ ക്രിസ്മസിനും തിയേറ്ററുകളിലേക്ക് എത്താനാവാതെ പോയ സിനിമ ജനുവരി 30-നും തിയേറ്ററുകളിലേക്ക് എത്തില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി എപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ചോദിച്ചാൽ എമ്പുരാന് ശേഷമേ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇതിനിടയിൽ തരുൺ മൂർത്തിയുടെ ഒരു 7 മിനിറ്റ് ദൈർഘ്യമുള്ള ഓഡിയോ സംഭാഷണം നമ്മുടെ സോഷ്യൽ മീഡിയ വഴി പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം തരുൺ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളിൽ വളരെയധികം അസംതൃപ്തനാണ് എന്ന് വ്യക്തമാകുന്ന ഓഡിയോ സംഭാഷണമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. സാധാരണ ഒരു ലാലേട്ടൻ സിനിമ റിലീസ് ചെയ്യുമ്പോൾ വെട്ടുകിളി കൂട്ടം സിനിമയ്ക്കെതിരായിട്ട് ആക്രമണം നടത്തും. എന്നാൽ സിനിമയുടെ റിലീസിന് മുന്നേ റിലീസ് തീയതി മാറ്റി വെച്ചു എന്നൊരു കാരണത്താൽ എന്തിനാണ് തന്റെ പേജിൽ ആക്രമണം നടത്തുന്നത് എന്നൊരു ചോദ്യം തരുൺ ആ സംഭാഷണത്തിൽ ഉന്നയിക്കുന്നുണ്ട്. സിനിമയുടെ റിലീസ് മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട് തരുൺ പറയുന്നത് ഇതിനോടൊപ്പം തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രി OTT ഉൾപ്പെടെയുള്ള ബിസിനസ്സിൽ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് എന്നാണ്. മലയാള സിനിമ ഇൻഡസ്ട്രി ആകെ മൊത്തത്തിൽ നേരിടുന്ന ആ ഒരു പ്രതിസന്ധി ലാലേട്ടന്റെ തുടരുമെന്ന സിനിമയെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച സിനിമയുടെ ടീസർ പോലും സെൻസർ ചെയ്തത് ജനുവരി 30-ന് സിനിമ ഇറക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ അവസാന നിമിഷം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് സിനിമയുടെ റിലീസ് മാറ്റിയിരിക്കുന്നത് എന്നാണ് തരുൺ വ്യക്തമായി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് സമീപകാലത്ത് വേണുകുന്നപ്പള്ളി പോലും അറിയിച്ചത് ഒരു മലയാളം സിനിമയും 10 കോടി രൂപയ്ക്ക് മുകളിൽ OTT ഡീൽ നിലവിൽ നടക്കുന്നില്ല എന്നാണ്. തുടരും ആശീർവാദ് സിനിമാസിന്റെ സിനിമ അല്ലാത്തത് കൊണ്ട് വലിയ വിലപേശലും ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ടാകില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ആകെ മൊത്തത്തിൽ സിനിമയുടെ റിലീസ് മാറ്റിയത് നന്നായി. നല്ലൊരു സമയത്ത് ഏപ്രിൽ മെയ് മാസത്തിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം.